കരിയർ സ്റ്റെപ്സിന്റെ പുതിയ കരിയർ ടോക്കിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം എഞ്ചിനീയറിംഗ് മേഖലയെക്കുറിച്ചുള്ള ഒരു ഇന്റർവ്യൂയിലൂടെ കടന്നു പോവുകയാണ്. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് പ്രൊഫസർ ഡോക്ടർ റീന സെബാസ്റ്റ്യൻ മാം ആണ്. MTech, MBA, PhD കഴിഞ്ഞ് 32 വർഷത്തെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുള്ള എക്സ്പീരിയൻസുമായിട്ട് മാഡം മാതാപിതാക്കളോടും വിദ്യാർത്ഥികളോടും ട്രിപ്പിളി ഇലക്ട്രിക്കൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ പുത്തൻ സാധ്യതകൾ, തൊഴിലവസരങ്ങളെ കുറിച്ച് പൂർണ്ണമായിട്ടും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള കാര്യങ്ങളാണ് നൽകുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം മാം. നമ്മുടെ KMEA എഞ്ചിനീയറിംഗ് കോളേജില് 2016 മുതൽ ഇലക്ട്രിക്കൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ HOD ആണ് മാം. അതുപോലെ 32 വർഷത്തെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുള്ള പാരമ്പര്യം. ഈ എക്സ്പീരിയൻസിൽ നിന്ന് ഇപ്പൊ KMEA എഞ്ചിനീയറിംഗ് കോളേജിനെ കുറിച്ചും ഈ കോളേജിൽ നടക്കുന്ന എഞ്ചിനീയറിംഗ് ഈ പ്രോഗ്രാമിനെ കുറിച്ചും ഒന്ന് വിശദമാക്കിയാൽ നന്നായിരുന്നു. ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന്. കാരണം പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളുടെയും സ്റ്റുഡൻസിന്റെയും ഇടയിൽ പല ഡൗട്ട്സും എഞ്ചിനീയറിംഗ് മേഖലയെക്കുറിച്ചും ബ്രാഞ്ചുകളെ കുറിച്ചും ഒക്കെ ഉള്ളപ്പോൾ 32 വർഷമായിട്ട് ഈ മേഖലയിൽ ആയതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ കുറച്ചും കൂടി ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ഒത്തിരി നല്ലതാണ്. ആദ്യമേ തന്നെ സാറിന് ഒത്തിരി നന്ദി പറയുന്നു ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിന്. KMEA എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് 2016 സാർ. 2016 എൻ്റെ ഡോക്ടറേറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ KMEA എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ HOD ആയിട്ട് വരുന്നു. പിന്നീട് പ്രൊമോഷനായി ഡീൻ സ്റ്റാഫ് ആൻഡ് സ്റ്റുഡന്റ് അഫയേഴ്സ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. KMEAയിൽ ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പോസിറ്റീവ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ 2002 തുടങ്ങിയ ഈ കോളേജ് അത് വളരെ വേഗം വളരുകയും ഇന്ന് NAAC അക്രഡിറ്റഡ് ആണ്. എല്ലാ ബ്രാഞ്ചുകളും, അതായത് ആദ്യമേ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഈ ബ്രാഞ്ചുകളെല്ലാം NBA അക്രഡിറ്റഡ് ആണ്. പിന്നെ കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് KRF റാങ്കിങ് വന്നപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ 8ാമത്തെ റാങ്ക് KMEA എഞ്ചിനീയറിംഗ് കോളേജിനാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിനും, ഈ NBA അക്രഡിറ്റഡ് ആയ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും നമുക്ക് MTech പ്രോഗ്രാംസ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. MCAയുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതേപോലെ നമുക്ക് NAACും NBAയും കിട്ടിയപ്പോൾ നമുക്ക് KTUവും AICTയും റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എന്ന ബ്രാഞ്ച് നൽകിയിട്ടുണ്ട്. സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് എന്ന ബ്രാഞ്ചും നൽകിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു വലിയ പ്രത്യേകത, ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന നന്നായിട്ട് പഠിക്കുന്ന നല്ല കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒത്തിരി സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഓരോ കുട്ടികളുടെയും മാർക്ക് അനുസരിച്ച് നമ്മൾ ഈ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്ത് ഇത് ശരിക്കും ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഈ സ്ഥാപനത്തിൽ നിന്ന് വരുന്ന ഒരു ലാഭവും നമ്മുടെ മാനേജ്മെന്റ് അല്ല കൊണ്ടുപോകുന്നത്. അത് ഈ മനോഹരമായ ക്യാമ്പസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ ഇൻഫ്രാസ്ട്രക്ചർ മറ്റേത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിനും ഇക്വലന്റ് ആണ്. വളരെ മനോഹരമായ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അനേകം കുട്ടികൾ വളരെ തുച്ഛമായ ഫീസിലാണ് ഇവിടെ പഠിക്കുന്നത്. അതേപോലെ തന്നെ ഈ കോർ ബ്രാഞ്ചായ ട്രിപ്പിളിക്ക് എന്തൊക്കെ സാധ്യതകളുണ്ട്, ഇതിന്റെ തൊഴിൽ സാധ്യതകൾ, ഇതിന്റെ പ്രാധാന്യം എന്താണ്, ഇത് നമ്മുടെ മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വ്യക്തമാക്കിയാലും അതോടൊപ്പം തന്നെ KMEA നടത്തുന്ന ഈ ട്രിപ്പിളി ബ്രാഞ്ചിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഈ രണ്ട് കാര്യങ്ങളും കൂടി മാഡം ഒന്ന് വ്യക്തമാക്കി. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ബ്രാഞ്ചിനെ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട് സർ. നമുക്ക് ഇന്ന് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും അറിയാൻ മേലാത്ത പല കാര്യങ്ങളുമുണ്ട്. അതായത് ഇപ്പം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന ബ്രാഞ്ച്, അത് ട്രിപ്പിളി എന്ന് നമ്മൾ പറയും. ട്രിപ്പിളി ബ്രാഞ്ച് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇന്ന് ഈ ലോകത്തിലുള്ള ജോലി സാധ്യത പലപ്പോഴും മാതാപിതാക്കൾക്ക് അറിയില്ല. കാരണം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വരുന്ന ഏത് പ്ലേസ്മെന്റിനും ഈ ട്രിപ്പിളി പഠിക്കുന്ന കുട്ടികൾക്ക് ഇരിക്കാം.
ഇൻഫർമേഷൻ ടെക്നോളജി IT വരുന്ന ഏത് മേഖലയുടെ പ്ലേസ്മെന്റിനും ട്രിപ്പിളി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇരിക്കാൻ പറ്റും. വിപ്രോ VLSI അതായത് ഇലക്ട്രോണിക്സിന്റെ മേഖലകളിൽ കുട്ടികൾക്ക് ഏത് പ്ലേസ്മെന്റ് വന്നാലും ട്രിപ്പിളി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇലക്ട്രോണിക്സിന്റെ പ്ലേസ്മെന്റ് ഇരിക്കാൻ പറ്റും. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ പോലും ധാരാളം പവർ സെക്ടർ, KSEB പോലെയുള്ള ഗവൺമെന്റ് വഴി വരുന്ന അനേകം സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് എഴുതുന്ന ഏതൊരു ട്രിപ്പിളി ഗ്രാജുവേറ്റിനും ഗവൺമെന്റിന്റെ പല മേഖലകളിലും ജോലി കിട്ടും. നമുക്ക് ടെലിഫോൺ മേഖലകളിൽ JTU ആയിട്ട് പോകാം, KSEBയിൽ, ഏത് സ്റ്റേറ്റിന്റെയും ഇലക്ട്രിസിറ്റി ബോർഡിൽ കയറാം. പിന്നെ പവർ സെക്ടർ മേഖലയിൽ NTPC പോലെ ധാരാളം ജോലി സാധ്യതകളുണ്ട്. പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ പോലും നമുക്ക് കുട്ടികൾക്ക് ബിൽഡിംഗ് റിലേറ്റഡ് ഇലക്ട്രിക്കൽ മേഖലയിൽ അവർക്ക് ജോലി കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിന്റെ മേഖലയിൽ, IT മേഖലയിൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന്റെ മേഖലയിൽ, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷന്റെ മേഖലയിൽ ധാരാളം നമ്മുടെ ട്രിപ്പിളി ഗ്രാജുവേറ്റ്സ് ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് സബ്സ്റ്റേഷൻ ഓട്ടോമേഷൻ പോലത്തെ സ്ഥാപനങ്ങളിൽ നമ്മുടെ കുട്ടികൾ ട്രിപ്പിളി പഠിച്ചിട്ട് ജോലിക്ക് പോകുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് പോലത്തെ ബ്രാഞ്ചിന്റെ റിലേറ്റഡ് സബ്ജക്ട്സും അവർക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ മേഖലയിലും അവർക്ക് ജോലിക്ക് പോകാം. അപ്പൊ നമ്മൾ നോക്കിയാൽ ഒരുപക്ഷെ എല്ലാ ബ്രാഞ്ചുമായിട്ടും കണക്റ്റഡ് ജോലിക്ക് പോകാൻ പറ്റുന്ന കുട്ടികളാണ് ട്രിപ്പിളി പഠിക്കുന്ന കുട്ടികൾ. അവർക്ക് കമ്പ്യൂട്ടർ സയൻസിന്റെ മേഖലയിൽ പോകാം, IT മേഖലയിൽ പോകാം, ടെലികമ്മ്യൂണിക്കേഷന്റെ മേഖലയിൽ ജോലിക്ക് പോകാം, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, ഇലക്ട്രിക് ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ വണ്ടികളും ഇലക്ട്രിക് വെഹിക്കിൾ ആണല്ലോ. അപ്പൊ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ മില്യൺസ് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ട്രിപ്പിളി പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കുണ്ട്. അങ്ങനെ ഏത് മേഖലയിലെയും സബ്ജക്ട്സ് ഇവർക്ക് 4 വർഷം പഠിക്കാനുള്ളത് കൊണ്ട് അവർക്ക് നമ്മൾ ഈ കൊടുക്കുന്ന ആഡ് ഓൺ പ്രോഗ്രാംസും നമ്മൾ ഇവരുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ ഈ 4 വർഷങ്ങളിൽ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അത് വെച്ചിട്ട് അവർക്ക് ധാരാളം ജോലി സാധ്യതകൾ ഈ മേഖലയിൽ ഉണ്ട്. അതുപോലെ ട്രിപ്പിളി കഴിഞ്ഞുള്ള ഹയർ സ്റ്റഡീസ് ഓപ്ഷനുകൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കാം. സാർ എന്നോട് ഹയർ സ്റ്റഡീസ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം, നമുക്ക് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് ഗേറ്റ് എഴുതിയാൽ ഇന്ന് ഇന്ത്യയിലെ 30-ൽ കൂടുതൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഗേറ്റ് സ്കോർ വെച്ച് ഡയറക്ട്ലി ജോലി കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു കുട്ടി 4 വർഷം നന്നായിട്ട് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ സബ്ജക്ട്സ് പഠിച്ചാൽ ആ കുട്ടിക്ക് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് എഴുതാം. ഇപ്പൊ നമുക്ക് സൗത്ത് ഇന്ത്യയിലുള്ള ഹൈദരാബാദിലൊക്കെ പണ്ടുണ്ടായിരുന്ന വാണി പോലത്തെ എല്ലാ ഫേമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും എറണാകുളത്ത് തന്നെ ഉണ്ട്. അപ്പൊ എറണാകുളത്ത് പോലും ഹൈദരാബാദിലും ബാംഗ്ലൂരും ഒന്നും പോകാതെ ഗേറ്റ് കോച്ചിങ്ങിനുള്ള ഫെസിലിറ്റി ഉണ്ട്. നമ്മളുമായിട്ട് കണക്റ്റഡ് ഒത്തിരി ഗേറ്റ് കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്. അപ്പം ഗേറ്റ് കോച്ചിങ്ങിന് ഫൈനൽ ഇയറിൽ മാത്രം പോയാലും ഈ 4 വർഷം നന്നായിട്ട് ട്രിപ്പിളി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഫൈനൽ ഇയറിൽ ഗേറ്റ് എഴുതുകയും ഇന്ത്യയിൽ തന്നെ 30-ൽ കൂടുതൽ ഗവൺമെന്റ് ജോലിക്ക് ഡയറക്ട്ലി ഗേറ്റ് സ്കോർ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് ചുറ്റുമുള്ള എല്ലാ കമ്പനിയും, ഫോർ എക്സാമ്പിൾ കൊച്ചിൻ റിഫൈനറി, FACT പോലെയുള്ള ഏത് കമ്പനിയും, എല്ലാ കമ്പനിയിലും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനെ ആവശ്യമുണ്ട്. അപ്പൊ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഗേറ്റ് എഴുതിയാൽ ധാരാളം ഗവൺമെന്റ് ജോലികൾ ആ ഗ്രാജുവേറ്റിനെ കാത്തിരിക്കുന്നുണ്ട്. അതാണ് ഒരു ഓപ്ഷൻ. പിന്നെ ട്രിപ്പിളി പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാസ്റ്റേഴ്സ് ഇൻ ഇലക്ട്രിക്കൽ ചെയ്യാം, മാസ്റ്റേഴ്സ് ഇൻ ഇലക്ട്രോണിക്സ് ചെയ്യാം, മാസ്റ്റേഴ്സ് ഇൻ ഇൻസ്ട്രുമെന്റേഷൻ ചെയ്യാം, മാസ്റ്റേഴ്സ് ഇൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ചെയ്യാം, മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടറും ചെയ്യാം. അപ്പൊ ഈ ട്രിപ്പിളി എന്ന് പറയുന്ന ബ്രാഞ്ചിൽ ഏകദേശം പല ബ്രാഞ്ചുമായിട്ട് കണക്റ്റഡ് സബ്ജക്ട്സ് ഉള്ളത് കൊണ്ട് നമുക്ക് 4 വർഷം പഠിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏത് മേഖല, എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഇൻസ്ട്രുമെന്റേഷൻ ആണെങ്കിൽ എനിക്ക് മാസ്റ്റേഴ്സ് ഇൻ ഇൻസ്ട്രുമെന്റേഷൻ ചെയ്യാം. എനിക്ക് പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇലക്ട്രോണിക്സിന്റെ വിഷയങ്ങളാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ എനിക്ക് ആ മേഖലയിൽ മാസ്റ്റേഴ്സ് ചെയ്യാം. അപ്പൊ നമുക്ക് ധാരാളം ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് കുറച്ചും കൂടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസും മാനേജർ ആവാനുള്ള കഴിവുള്ള ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ MBAക്ക് പോകാൻ പറ്റും. അപ്പം നമ്മുടെ കുട്ടികൾക്ക് ടീച്ചിങ് ആണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള മേഖലയിൽ MTech പഠിക്കാം. അവർക്ക് ഇഷ്ടമുള്ള മേഖലയിൽ MTech പഠിച്ച് PhD പഠിച്ചാൽ ഇന്ന് കേരളത്തിൽ 150ഓളം എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. കേരളത്തിൽ തന്നെ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനോ അധ്യാപികയോ ആയിട്ട് കയറാൻ പറ്റും. ഇന്ന് നമ്മുടെ യുവാക്കള് സ്റ്റാർട്ടപ്പ് മേഖലയിലേക്ക് ഒരുപാട് യുവാക്കൾ വരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ മേഖലയിൽ നിന്ന് വരുന്ന സ്റ്റാർട്ടപ്പുകൾ അവർക്ക് വിദ്യാർത്ഥികൾക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്നും ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു.
നമ്മുടെ ഈ മേഖലയിലുള്ള സാർ ഇപ്പൊ നമ്മുടെ ഈ കുട്ടികള് 4 വർഷവും അവർക്ക് ഫസ്റ്റ് ഇയർ തൊട്ട് മൈക്രോ പ്രോജക്ട്സ് ചെയ്യാൻ പറ്റും, മൈനർ പ്രോജക്ട്സ് ചെയ്യാൻ പറ്റും, മേജർ പ്രോജക്ട്സ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ധാരാളം കുട്ടികള് 2009 തുടങ്ങിയതാണ് KMA ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ മനോഹരമായ ബ്രാഞ്ച്. ഇതിനെ നമ്മൾ മദർ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുക. നമുക്ക് 3 കോർ ബ്രാഞ്ചസ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് ഉള്ളത്: ട്രിപ്ലി, സിവിൽ, മെക്കാനിക്കൽ. അതിൽ ട്രിപ്ലി എന്ന് പറയുന്നത് പറഞ്ഞില്ലേ, എല്ലാ മേഖലയുമായിട്ടും കണക്റ്റഡ് ആയതുകൊണ്ട് നമ്മൾ അതിനെ മദർ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് എന്നാണ് വിളിക്കുക. അപ്പൊ ഈ ട്രിപ്ലി പഠിക്കുന്ന കുട്ടികള്, നമ്മുടെ കുട്ടികള് എല്ലാ വർഷവും സൊസൈറ്റിക്ക് ആവശ്യമുള്ള ധാരാളം പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 1-2 എക്സാമ്പിൾസ് ഞാൻ പറയാം. കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു കുട്ടി സ്ക്രാപ്പ് ഉപയോഗിച്ച് ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടാക്കി. അതിന് ധാരാളം അവാർഡ്സ് കിട്ടുകയും ആ ഇലക്ട്രിക് വെഹിക്കിള് ധാരാളം സ്കൂൾ പ്രോജക്ട് എക്സിബിഷൻസിനൊക്കെ പോവുകയും ധാരാളം സമ്മാനങ്ങൾ കിട്ടുകയും ഒക്കെ ചെയ്തു. അപ്പം അതുപോലെ സൊസൈറ്റിക്ക് ഉപകാരമുള്ള ധാരാളം പ്രോജക്ട്സ് നമ്മൾ കുട്ടികൾ ചെയ്യുന്നുണ്ട്. അതേപോലെ കഴിഞ്ഞ വർഷം നമ്മുടെ കുട്ടികള് അണ്ടർ വാട്ടർ റോബോട്ടിനെ ഉണ്ടാക്കി സിംഗപ്പൂർ ഒരു കോമ്പറ്റീഷന് പോയി അവർക്ക് സമ്മാനം കിട്ടി. അപ്പൊ ഇങ്ങനെ പിന്നെ നമുക്ക് അമൃത ഹോസ്പിറ്റലുമായിട്ടൊരു ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഹോസ്പിറ്റലിന് ആവശ്യമുള്ള പ്രോജക്ട്സ് നമ്മുടെ കുട്ടികൾ ചെയ്തു. അപ്പം ഫോർ എക്സാമ്പിൾ നടുവേദനയ്ക്ക് വേണ്ടി ട്രീറ്റ്മെന്റിന് പറ്റുന്ന ഒരു എക്യുപ്മെന്റ് നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കി. മുട്ടുവേദനയ്ക്ക് വേണ്ടി ട്രീറ്റ്മെന്റിന് പറ്റുന്ന ഒരു എക്യുപ്മെന്റ് നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കി. അപ്പം ഇങ്ങനെ സൊസൈറ്റിക്ക് ആവശ്യമുള്ള ധാരാളം പ്രോജക്ട്സ് ഇവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ പല പ്രോജക്ട്സും ഇപ്പം ഇതിന്റെ തലേ വർഷത്തെ കുട്ടികള് ബൾബ് മേക്കിംഗ് ഒരു പ്രോജക്റ്റ് പോലെ ചെയ്ത് നമ്മുടെ ഈ പഞ്ചായത്തിലൊക്കെ പോയി പല ലേഡീസിന്റെ കമ്മ്യൂണിറ്റീസിലും അത് പഠിപ്പിക്കുകയും അതൊരു സ്റ്റാർട്ടപ്പ് ആക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ മേഖലയിൽ, അതായത് ട്രിപ്ലിയുടെ മേഖലയിൽ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻസ്, ഇങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകൾ ഈ കുട്ടികൾക്ക് തുടങ്ങാനുള്ള വളരെ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ഇൻക്യുബേഷൻ സെന്റർ ഉണ്ട് KMA. അപ്പൊ കുട്ടികളുടെ മനസ്സിലെ ചെറിയ ചെറിയ ആശയങ്ങളെ നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് ഡെവലപ്പ് ചെയ്യുകയും അവർക്ക് ഈ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്ത് അവർക്ക് അതിനുള്ള എല്ലാ വർഷവും ഇവിടെ ഐഡിയാത്തോൺ, ഹാക്കത്തോൺ പോലത്തെ കോമ്പറ്റീഷൻസ് നടക്കാറുണ്ട്. അപ്പൊ കുട്ടികൾക്ക് അവരുടെ മനസ്സിലെ ആശയങ്ങൾ പ്രസന്റ് ചെയ്യാം, അതിനെ ഡെവലപ്പ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഇവിടെ കേരള സ്റ്റാർട്ടപ്പ് മിഷനായിട്ടൊക്കെ കണക്ഷൻ ഉണ്ട്. അപ്പൊ ഇവർക്ക് ഇവരുടെ മനസ്സിലെ ഐഡിയാസ് ഡെവലപ്പ് ചെയ്ത് സ്റ്റാർട്ടപ്പ് ആക്കി ബിസിനസ്സുകാരാക്കി അല്ലെങ്കിൽ ഓൺടർപ്രനേഴ്സ് ആയിട്ട് മാറാൻ ഉള്ള സാഹചര്യങ്ങൾ KMA ഒരുക്കി കൊടുക്കുന്നുണ്ട്. സാർ, KMA എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിവിടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ ലബോറട്ടറി ഫെസിലിറ്റീസ് ഒക്കെ സൗത്ത് ഇന്ത്യയിലെ ഏത് ഗവൺമെന്റ് കോളേജുമായിട്ടും കിടപിടിക്കുന്ന ലാബ് ഫെസിലിറ്റീസ് ഉണ്ട്. റിസർച്ച് ലാബ് ഉണ്ട്, വളരെ ഇൻഡസ്ട്രി സപ്പോർട്ടഡ് ലാബ്സ് ഉണ്ട്. അതുപോലെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മേഖലയിൽ ഇന്ന് കുട്ടികൾക്ക് KMA തന്നെ നടത്തുന്ന ആഡ് ഓൺ പ്രോഗ്രാംസ് ഉണ്ട്. അതായത് നമ്മൾ കുട്ടികളെ ഈ 4 വർഷത്തിനുള്ളിൽ അവര് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിക്കുന്ന, കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി KMA ലാംഗ്വേജ് ഫോറം പോലത്തെ ക്ലബ്ബുകളുണ്ട്. പിന്നെ നമ്മൾ ആഡ് ഓൺ പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട്. ഓരോ സെമിസ്റ്ററും ഒരു കുട്ടി ഇൻഡസ്ട്രിയിൽ പോകാൻ ആവശ്യമുള്ള, അതായത് ഒരു സ്റ്റുഡന്റിനെ ഇൻഡസ്ട്രി റെഡി ആക്കാൻ പറ്റുന്ന ആഡ് ഓൺ പ്രോഗ്രാംസ്, അവരുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്ന പ്രോഗ്രാംസ് KMA ധാരാളമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഒരു മേജർ ഫാക്ടർ. അതിമനോഹരമായ ക്യാമ്പസ് ആണ്. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകർ എല്ലാവരും തന്നെ ഗവൺമെന്റ് കോളേജസിൽ നിന്ന് പഠിച്ചു വന്ന വളരെ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ഗ്രാജുവേഷനും മാസ്റ്റേഴ്സും PhDയും ഒക്കെ എടുത്ത അധ്യാപക സമൂഹമുണ്ട്. പിന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വേറെ പ്രത്യേകതയുണ്ട്. KMA ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് 11 ലേഡീസ് ആണ്. ഒരു ജെൻ ഫാക്കൽറ്റിയും ഇല്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. മറ്റു പല കോളേജുകളിലും ഇല്ലാത്ത ഒരു വിമൻ എംപവേർഡ് ട്രിപ്ലി ഡിപ്പാർട്ട്മെന്റ് ഓഫ് KMA എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അപ്പം 11 ലേഡി ഫാക്കൽറ്റി, ലേഡി സ്റ്റാഫ്സ് മാനേജ് ചെയ്യുന്ന വളരെ സ്ട്രോങ് ആയ ഒരു ട്രിപ്ലി ഡിപ്പാർട്ട്മെന്റ്. ലാബ് ഫെസിലിറ്റീസ്, ആഡ് ഓൺ പ്രോഗ്രാംസ്, റിസർച്ച് ലാബ്, മാസ്റ്റേഴ്സും ഉണ്ട്. M.Tech ഇൻ പവർ ഇലക്ട്രോണിക്സും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനോട് കണക്റ്റഡ് ആണ്. അപ്പൊ ധാരാളം കുട്ടികൾ M.Tech ഇൻ പവർ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ട് എസ്പെഷ്യലി ഫോറിൻ കൺട്രീസിൽ B.Tech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗും നമ്മുടെ ഇവിടുത്തെ M.Tech പവർ ഇലക്ട്രോണിക്സും പഠിക്കുന്നവർക്ക് ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതിനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ KMA തന്നെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. നമ്മളുണ്ടല്ലോ സാറേ, KMA എഞ്ചിനീയറിംഗ് കോളേജില്
കുട്ടികളോട് പഠന കാര്യങ്ങളിൽ മാത്രമല്ല നമ്മൾ അവരെ പ്രോത്സാഹനം കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ വർഷത്തെ IEEE എന്ന് പറയുന്ന വേൾഡ് ഫേമസ് ഓർഗനൈസേഷന്റെ പ്രൊഫഷണൽ ബോഡിയിലെ ബെസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് വുമൺ അവാർഡ് നമ്മുടെ ട്രിപ്ലിയിലെ സഫ്ന എന്ന് പറഞ്ഞ കുട്ടിക്കായിരുന്നു. അപ്പം വളരെയധികം പ്രൊഫഷണൽ ബോഡീസുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ, IEEE, IET പോലുള്ള വേൾഡ് ഫേമസ് പ്രൊഫഷണൽ ബോഡീസിൽ നമ്മുടെ കുട്ടികൾ വളരെ ആക്റ്റീവായിട്ട് ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് അവാർഡ്സ് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ 2 ആൺകുട്ടികൾക്ക് വളരെ വലിയ സ്കോളർഷിപ്പ് IEEE കിട്ടിയിരുന്നു. അതായത് ഡോളേഴ്സിൽ വലിയൊരു എമൗണ്ട് തന്നെ അവർക്ക് അവാർഡായിട്ട് കിട്ടിയിരുന്നു. അങ്ങനെയുള്ള മേഖലകളിൽ നമ്മൾ ട്രിപ്ലിയിലെ കുട്ടികൾ ആക്റ്റീവ് ആണ്. പിന്നെ അത് മാത്രമല്ല, ഈ വർഷത്തെ നമ്മുടെ ഇവിടുത്തെ ട്രിപ്ലി ടോപ്പർ, അതായത് ട്രിപ്ലിയിൽ ഹയസ്റ്റ് മാർക്ക് കിട്ടിയ ഗൗരി എന്ന് പറഞ്ഞ കുട്ടി ഇന്ത്യ മുഴുവൻ പല യൂണിവേഴ്സിറ്റിയിലും ഇന്ത്യൻ യൂണിവേഴ്സിറ്റി യോഗ കോമ്പറ്റീഷനും കബഡി കോമ്പറ്റീഷനും പോയിട്ട് പ്രൈസ് കിട്ടിയ കുട്ടിയാണ്. അപ്പൊ ഇവിടെ പഠിക്കുന്നു, നല്ല മാർക്ക് മേടിക്കുന്നു. അത് കൂടാതെ ആ ട്രിപ്ലി ടോപ്പർ തന്നെയായിരുന്നു ഗൗരി എന്ന് പറഞ്ഞ ടോപ്പർ കുട്ടി തന്നെയായിരുന്നു കബഡിക്കും യോഗയ്ക്കും ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചത്. അപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തില് കബഡി ഇൻഡോർ മാച്ചുള്ള ഒരേ ഒരു കോളേജ് KME ആണ്. കേരളത്തിൽ ഉടനീളമുള്ള കബഡി കോമ്പറ്റീഷൻസ് നടക്കുന്നത് KMEയുടെ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളില് നമ്മുടെ കബഡി മാച്ചിലാണ്. അപ്പം അങ്ങനെ കബഡി പോലെയുള്ള മറ്റെല്ലാ സ്പോർട്സ് മേഖലകളെയും വളരെ മനോഹരമായിട്ട് എൻകറേജ് ചെയ്ത് വളർത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് KME. അപ്പൊ സ്പോർട്സിന്റെ മേഖലകളില്, പഠന മേഖലകളില് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അണ്ടർ വാട്ടർ റോബോട്ട് പോലെ സിംഗപ്പൂരില് ഒക്കെ പോകാനുള്ള സൗകര്യങ്ങള്. പിന്നെ ഈ വർഷം നമ്മുടെ 3rd ഇയറിലെ കുട്ടികള് ഫാക്കൽറ്റി സഹിതം IIT മദ്രാസില് റെസിഡൻഷ്യൽ വർക്ക്ഷോപ്പിന് പോയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവർക്ക്. ഇവിടെ പഠിക്കുമ്പോൾ തന്നെ അവർ IIT മദ്രാസിലൊക്കെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നുണ്ട്, റെസിഡൻഷ്യൽ വർക്ക്ഷോപ്പിന് പോകുന്നുണ്ട്, വളരെയധികം പ്രൊഫഷണൽ ബോഡീസുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ KMEയിൽ ട്രിപ്ലി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാൻ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നല്ലൊരു മോറൽ വാല്യൂസ് ഉള്ള, എത്തിക്കലായ, നല്ല സ്മാർട്ട് ആൻഡ് യങ് പ്രൊഫഷണൽസിനെയാണ് നമ്മൾ KME എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഈ ലോകത്തിലേക്ക് പറഞ്ഞു വിടുന്നത്. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഈ ട്രിപ്പിളി ബ്രാഞ്ച് എടുത്ത് പഠിച്ചാലുണ്ടാകുന്ന സാധ്യതകളെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ട്രിപ്പിളി ബ്രാഞ്ചിൽ നിങ്ങൾക്ക് ഓട്ടോമേഷൻ മേഖല, അതേപോലെ സേഫ്റ്റി, IT, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക് വെഹിക്കിൾസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ ജോലി സാധ്യതകളുണ്ട്. അപ്പൊ പൂർണ്ണമായും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിന് അയച്ചു കൊടുക്കുക. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയും അടുത്ത വീഡിയോ വരുന്നതുവരെ നിങ്ങൾക്ക് ഏവർക്കും ബൈ.